നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം എവിടെ? ജനീവ, ലണ്ടൻ, റിയോ ഡി ജനീറോ, വാഷിംഗ്ടൺ. റിയോ ഡി ജനീറോയിലാണ്. വിജയനഗര സാമ്രാജ്യത്തിലെ ഔദ്യോഗിക ഭാഷ ഏതായിരുന്നു? തുളു, കന്നഡ, തെലുങ്ക്, സംസ്കൃതം. വിജയനഗര സാമ്രാജ്യത്തിലെ ഔദ്യോഗിക ഭാഷ തെലുങ്കായിരുന്നു. എലിഫൻ്റ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ലക്നൗ. എലിഫൻ്റ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഡ്യൂസ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്സ്, ഗോൾഫ്, ടെന്നീസ്, ബാഡ്മിൻ്റൺ. ഡ്യൂസ് എന്ന പദം ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഐക്യ കേരളത്തിലെ ആദ്യത്തെ സെൻസസ് നടന്ന വർഷം ഏത്? 1951, 1961, 1971, 1961. 1961 വിശ്രമമില്ലാത്ത മനുഷ്യ അവയവം ഏത്? ഹൃദയം, വൃക്ക, കരൾ, ശ്വാസകോശം. വിശ്രമമില്ലാത്ത മനുഷ്യൻ്റെ ഒരു അവയവമാണ് ശ്വാസകോശം. ഇന്ത്യ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് ഏതു നികുതിയിൽ നിന്നാണ്? കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, കോർപ്പറേഷൻ ഡ്യൂട്ടി, വരുമാന നികുതി. കസ്റ്റംസ് ഡ്യൂട്ടി വഴിയാണ്. ബ്രിട്ടനിൽ 10 വർഷത്തിലേറെയായി വർണ്ണവിവേചനത്തിനെതിരെ പോരാടുന്ന മലയാളി വനിതയാര്? അരുന്ധതി റോയി, ലീല മേനോൻ, ശോഭാദാസ്, അമൃതാനന്ദമയി. ശോഭാദാസാണ്. ഭാഗ്യദേവത എന്ന മലയാള സിനിമയുടെ സംവിധായകൻ ആര്? അടൂർ ഗോപാലകൃഷ്ണൻ, സത്യൻ അന്തിക്കാട്, സിബി മലയിൽ, ലോഹിതദാസ്. ഭാഗ്യദേവത എന്ന സിനിമയുടെ സംവിധായകൻ സത്യൻ അന്തിക്കാടായിരുന്നു. മനുഷ്യ ശരീരത്തിലെ വൈകാരികത നിശ്ചയിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പീയൂഷ ഗ്രന്ഥി, അഡ്രിനൽ ഗ്രന്ഥി, തൈറോയിഡ് ഗ്രന്ഥി, സെറിബ്രം. അഡ്രിനൽ ഗ്രന്ഥിയാണ്. കാറ്റിന് ദിശാവ്യതിയാനം ഉണ്ടാക്കുന്നതിന് പ്രധാന കാരണം എന്ത്? താപവ്യത്യാസം, ഭൂഭ്രമണം, മർദ്ദവ്യതിയാനങ്ങൾ, ഉന്നതിയിലെ വ്യതിയാനം. ഭൂഭ്രമണമാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ മധ്യഭാഗത്ത് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഉഷ്ണമേഖലാ ചക്രവാതമേത്? ടോർണാഡോ, ടൈഫൂൺ, വാതമൂലം, അലക്സി. ടോർണാഡോ ആണ്. കുട്ടികളിൽ തൈറോയിഡിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞുപോയാൽ ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? ക്രെറ്റിനിസം, അഡ്രോമെഗാലി, ഗോയിറ്റർ, ക്രെറ്റിനിസം. ക്രെറ്റിനിസം എന്നാണ് പറയുന്നത്. തേങ്ങാവെള്ളത്തിൽ കാണപ്പെടുന്ന ഹോർമോൺ ഏത്? സസ്യ ഹോർമോൺ, ഫിറോഫോർ ഹോർമോൺ, സൈറ്റോകിനുകൾ, അടിയന്തരിക ഹോർമോൺ. തേങ്ങാവെള്ളത്തിൽ കാണപ്പെടുന്ന ഹോർമോണാണ് സൈറ്റോകിനുകൾ. സൈക്ലോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ചക്രവാത രൂപം കൊള്ളുന്ന കടലേത്? ചൈന കടൽ, ബംഗാൾ ഉൾക്കടൽ, കരീബിയൻ കടൽ, മെഡിറ്ററേനിയൻ കടൽ. ബംഗാൾ ഉൾക്കടലിലാണ്. നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? മുംബൈ, ചെന്നൈ, ന്യൂഡൽഹി, ബാംഗ്ലൂർ. നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. കല്യാൺ സോണ ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ്? നെല്ല്, ഗോതമ്പ്, മരച്ചീനി, ഓറഞ്ച്. ഗോതമ്പിൻ്റെയാണ്. ലഫ്റ്റനൻ്റ് കേണൽ പദവി ലഭിച്ച മലയാള സിനിമാ നടൻ ആര്? മോഹൻലാൽ,
മമ്മൂട്ടി, സുരേഷ് ഗോപി, ബാലചന്ദ്ര മേനോൻ. മോഹൻലാൽ ആയിരുന്നു. ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന അലൂമിനിയം സംയുക്തമേത്? അലൂമിനിയം ഓക്സൈഡ്, ആലം, അലൂമിനിയം ക്ലോറൈഡ്, അലൂമിനിയം നൈട്രേറ്റ്. ആലമാണ് ഉപയോഗിക്കുന്നത്. അടുത്ത 20 വർഷത്തിനുള്ളിൽ ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമേത്? തൊഴിലില്ലായ്മ, കമ്പ്യൂട്ടർ വൈറസുകൾ, ശുദ്ധജലക്ഷാമം, കൃഷിയുടെ കുറവ്. തൊഴിലില്ലായ്മയായിരിക്കും. ഹേബർ പ്രക്രിയയിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് ഇരുമ്പ്, ചെമ്പ്, പ്ലാറ്റിനം ഇവയൊന്നുമല്ല. ഹേബർ പ്രക്രിയയിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് ഇരുമ്പിനെയാണ്. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസമാണ് നീണ്ടുനിന്നത്? 600, 601 ദിവസം, 603, 602 ദിവസം. വൈക്കം സത്യാഗ്രഹം 603 ദിവസം നീണ്ടുനിന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ വ്യക്തി ആര്? ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, കെ കേളപ്പൻ ഇവരാരുമല്ല. ഗാന്ധിജിയായിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യമേത്? ഹൈദരാബാദ്, പുതുച്ചേരി, ചെന്നൈ, പൂനെ. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യമായിരുന്നു ഹൈദരാബാദ്. ഗാന്ധിജി ആദ്യമായി സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം? 1936, 1935, 1937, 1934. 1937 ഖാസി ഗാരോ കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയ, സിക്കിം, മണിപ്പൂർ, ആസാം. ഖാസി ഗാരോ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മേഘാലയ. ഏറ്റവും അധികം വന്യജീവികളുള്ള ഭൂഖണ്ഡം ഏത്? ഏഷ്യ, യൂറോപ്പ്, ഓസ്ട്രേലിയ, ആഫ്രിക്ക. ഏറ്റവും അധികം വന്യജീവികൾ വസിക്കുന്ന ഭൂഖണ്ഡങ്ങളിലൊന്നാണ് ആഫ്രിക്ക. ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 42-ാം ഭേദഗതി, 39-ാം ഭേദഗതി, 40-ാം ഭേദഗതി, 36-ാം ഭേദഗതി. 42-ാം ഭേദഗതിയിലാണ്. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാക്കുന്നതും ആഗിരണം ആരംഭിക്കുന്നതും എവിടെ വെച്ചാണ്? ചെറുകുടൽ, വൻകുടൽ, ആമാശയം ഇവയൊന്നുമല്ല. ചെറുകുടലിൽ നിന്നാണ്. ആഹാരത്തിലൂടെ മനുഷ്യശരീരത്തിൻ്റെ കേടുപാടുകൾ തീർക്കുന്ന പോഷക ഘടകം? വൈറ്റമിനുകൾ, കൊഴുപ്പ്, ധാന്യകം, പ്രോട്ടീൻ. ആഹാരത്തിലൂടെ ശരീരത്തിൻ്റെ കേടുപാടുകൾ തീർക്കുന്ന പോഷക ഘടകമാണ് പ്രോട്ടീൻ. ദഹനം പൂർത്തിയാക്കുവാൻ എടുക്കുന്ന സമയം? 1.5 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ, 4.5 മണിക്കൂർ. ദഹനം പൂർത്തിയാക്കുവാൻ ഒരു മനുഷ്യൻ എടുക്കുന്ന സമയമാണ് 4 മണിക്കൂർ. ഓൾ ഇന്ത്യ റേഡിയോയുടെ പേര് ആകാശവാണി എന്നാക്കി മാറ്റിയ വർഷമേത്? 1955, 1943, 1956, 1957. ആകാശവാണി എന്നാക്കിയത് 1957 കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നഗരമേത്? ബാംഗ്ലൂർ, ഹൈദരാബാദ്, കൊൽക്കത്ത, ചെന്നൈ. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നഗരമാണ് കൊൽക്കത്ത. രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയ വർഷമേത്? 1984, 1976, 1965, 1954. രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയത് 1984 ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ രാഷ്ട്രപതി ആരായിരുന്നു? APJ അബ്ദുൽ കലാം, VV ഗിരി, മഹാത്മാഗാന്ധി ഇവരാരുമല്ല. VV ഗിരി ആയിരുന്നു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി.
ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനം വേണ്ടതുണ്ട്? 32%, 30%, 33%, 31%. ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ ഏകദേശം 33% വനം ആവശ്യമാണ്. ഏത് മലയാള കവിക്കാണ് മദ്രാസ് സർവകലാശാല 1922 മഹാകവിപ്പട്ടം നൽകിയത്? മക്തിത്തങ്ങൾ, കുമാരനാശാൻ, വള്ളത്തോൾ, വൈലോപ്പിള്ളി. മഹാകവിപ്പട്ടം നൽകിയത് കുമാരനാശാനായിരുന്നു. ഏത് വർഷമാണ് അയ്യങ്കാളിയുടെ ബഹുമാനാർത്ഥം ഇന്ത്യൻ തപാൽ മുദ്ര പുറത്തിറക്കിയത്? 2002, 2004, 2006, 2010. ഇന്ത്യൻ തപാൽ മുദ്ര പുറത്തിറക്കിയത് 2002 1904 കണ്ണു കാണാത്തവർക്ക് മാത്രമായി വിദ്യാലയം സ്ഥാപിച്ചത് തകഴി, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി ഇവരാരുമല്ല. വിദ്യാലയം സ്ഥാപിച്ചത് അയ്യങ്കാളിയായിരുന്നു. ഗാന്ധിജി പത്ന ആശ്രമം സന്ദർശിച്ചത് എപ്പോൾ? 1933, 1931, 1934, 1936. ഗാന്ധിജി പത്ന ആശ്രമം സന്ദർശിച്ചത് 1934 സ്വർണ്ണത്തിൽ മായം ചേർന്നിട്ടുണ്ടോ എന്നറിയാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? സിട്രിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്. സ്വർണ്ണത്തിൽ മായം ചേർന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. 21-ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ മഹാപ്രളയമുണ്ടായ വർഷം? 2004, 2018, 2006, 2003. 21-ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ മഹാപ്രളയം ഉണ്ടായത് 2018 ഭൂകമ്പ ദുരന്ത തീവ്രത ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത്? ജമ്മു കാശ്മീർ, മിസോറാം, ഉത്തർപ്രദേശ്, പഞ്ചാബ്. ഭൂകമ്പ ദുരന്ത തീവ്രത ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ. ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് എന്ന്? 1856, 1857, 1858, 1859. ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് 1858 അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ഏത്? നിയോൺ, ക്രിപ്റ്റോൺ, ആർഗൺ, നിക്കൽ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകങ്ങളിലൊന്നാണ് ആർഗൺ. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന അന്തരീക്ഷ വായുവിലെ ഘടകം ഏത്? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ, പ്ലാറ്റിനം. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന അന്തരീക്ഷത്തിലെ വായുവിലെ ഘടകമാണ് നൈട്രജൻ. നൈട്രജൻ്റെ ആറ്റോമിക് നമ്പർ എത്ര? നൈട്രജൻ്റെ ആറ്റോമിക് നമ്പർ എത്ര? 13, 12, 15, 14. ആവർത്തന പട്ടികയിൽ നൈട്രജൻ്റെ ആറ്റോമിക് നമ്പർ രേഖപ്പെടുത്തിയിരിക്കുന്നത് 14 പദാർത്ഥത്തിൻ്റെ മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഏത്? വാതകം, ഖരം, ദ്രാവകം, പ്ലാസ്മ. ഒരു പദാർത്ഥത്തിൻ്റെ മൂന്നാമത്തെ അവസ്ഥ അറിയപ്പെടുന്നത് വാതകമാണ്. ഒന്നിലധികം പുരുഷന്മാരുമായി സെക്സിൽ ഏർപ്പെടുന്ന സ്ത്രീകളുടെ ലക്ഷണം? വിനയം കൂടുതൽ, ദൃഢമായ മാരടം, നാണം കൂടുതൽ, വലിയ നിതംബം. ഒന്നിലധികം പുരുഷന്മാരുമായി സെക്സിൽ ഏർപ്പെടുന്ന സ്ത്രീകളുടെ ലക്ഷണങ്ങളിലൊന്നാണ് ദൃഢമായ മാരടം.